റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ നിർണായക ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഉത്തരവ് നൽകി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. പത്തനംതിട്ട ഡിവൈഎസ്പി അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാൻ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നാൾ പത്തനംതിട്ട ലോക്കൽ പോലീസ് അന്നത്തെ ഡിവൈഎസ്പി നന്ദകുമാറും പിന്നെ ഈ കേസ് അന്വേഷിച്ച പ്രശാന്തും ബിജു ജേക്കബും കൂടെ നമ്മളെ പറ്റിക്കുകയായിരുന്നു. അവർ നമ്മൾ ചെല്ലുമ്പം വളരെ സ്നേഹമായിട്ട് നമ്മളോട് കഴിഞ്ഞിട്ട് നമുക്ക് വിപരീതമായിട്ടായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതനുസരിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയും DGPക്ക് പരാതി കൊടുക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അവർ അന്വേഷിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ഉത്തരവ് വന്നത്. അതിൽ നമുക്ക് സംതൃപ്തിയുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ അന്വേഷിക്കുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. അരുൺ സോളമൻ ചേരുന്നു നമുക്കൊപ്പം. അരുൺ സോളമൻ, അമ്മു സജീവിന്റെ മരണത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് നൽകുന്നത് സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന നീക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ അമ്മുവിന് എന്ത് സംഭവിച്ചു എന്നതിലൊരു വ്യക്തത വരുത്തുന്നതിൽ നിർണായകമാകില്ലേ? സുജയ, ഈ വിഷയത്തിൽ ഇപ്പോൾ അമ്മു മരണപ്പെട്ട് ഇപ്പോൾ 9 മാസങ്ങൾ ആവുകയാണ്. ഈ ഘട്ടത്തിൽ പലപ്പോഴായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം നിരവധി തവണ പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ മുന്നിൽ പോയി മൊഴി കൊടുത്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ പല സാക്ഷികളെയും വിസ്തരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു. പക്ഷേ നിലവിൽ കുടുംബത്തിന്റെ പ്രതീക്ഷ, ഡിവൈഎസ്പി നന്ദകുമാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഈ കേസിൽ ആ കുടുംബത്തിന്റെ പ്രതീക്ഷ അസ്തമിച്ചതിന് പിന്നാലെയാണ് കുടുംബം നേരത്തെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് ഈ കേസിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് കൈമാറണമെന്നുള്ള നിലവിൽ ശുപാർശ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ADGPക്കാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. അതേ സംബന്ധിച്ച് ഏത് ടീമാണ് അന്വേഷിക്കുക എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വലിയ ആശ്വാസമാണ്. കാരണം പലപ്പോഴായിട്ട് തന്റെ മകൾ മരിച്ചതാണ്, കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. കാരണം ഏറെ ദുരൂഹതകളുള്ള കേസാണ്. 3 പ്രതികൾ ഇതിനോടകം റിമാൻഡായി അവർ പുറത്തു വന്നിരുന്നു. പക്ഷേ അവരിപ്പോൾ പുറത്തു നടക്കുമ്പോഴും ഇത് സംബന്ധിച്ച് കോളേജ് പ്രിൻസിപ്പലിനെയോ ആരോപണ വിധേയനായിട്ടുള്ള കൗൺസിലിംഗ് നടത്തിയ അധ്യാപകൻ സജി ജോസഫിനെയോ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ ഡിവൈഎസ്പി പരാജയപ്പെട്ടു എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇനി ക്രൈംബ്രാഞ്ച് വരുമ്പോൾ ഇതെല്ലാം കലങ്ങി തെളിയുമെന്നുള്ള വിശ്വാസത്തിലാണ് കുടുംബം. അതാണ് ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ. അമ്മു സജീവന്റെ അച്ഛൻ എത്ര തവണയാണ് മകളുടെ മരണത്തിൽ ഉത്തരവാദികളെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ വന്ന് ഇരുന്നത്. അപ്പോൾ ആ അച്ഛന് നീതി കിട്ടട്ടെ മകളുടെ മരണത്തിൽ.